സോ ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ക്യാപ്കട്ടിൻ്റെ ബേസ് മുതൽ അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് എഡിറ്റിംഗ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചാനൽ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങളെന്തൊക്കെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതൊരു പാർട്ട് 1, 2, 3 അങ്ങനെ ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റിയ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ കാണാം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ആവുന്ന പോലെ നമുക്ക് എന്താക്കാം ഈ ഒരു സ്ലോമ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളോട് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു സ്ലോമോ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്താ പറയുക വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ മേലെ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്താക്കുന്നുണ്ട് നമ്മളെ വീഡിയോ ഒരു എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഗാലറിയിൽ നിന്നുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ തന്നെ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആഡ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ക്യാപ്കട്ടിൻ്റെ വാട്ടർമാർക്ക് പോലുള്ള സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. താഴെ കാണുന്ന ടൂൾ ബോക്സിൻ്റെ അടുത്ത് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാതെ നമുക്ക് എന്താക്കാം വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യുന്ന ആവശ്യമുണ്ട്. അതിൻ്റെ മേലെ കാണുന്ന പിന്നെ നമുക്ക് റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് മേലെ കാണുന്നത്. അതിനുശേഷം നമുക്ക് മേലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ. നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം മേലെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊരു ബോക്സ് കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എന്താ പറയുക ബിഗ് സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൂൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സെൻറ്ററിൽ കാണുന്നതാണ് നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് കാണുന്നത് വെച്ചാൽ അൺഡു ബട്ടൺ അൺഡു ബട്ടൺ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത വീഡിയോ കാര്യങ്ങളൊക്കെ അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെ അൺഡു കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോ അങ്ങനെ തന്നെ പോയിട്ടുമുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തത്. പിന്നെ മ്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ഈ മെയിൻ വീഡിയോ കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് കീ ഫ്രെയിം എന്നൊരു സംഭവം ഉണ്ട്, അത് മേലെ ആയിട്ടുള്ളതാണ്. അൺഡു ബട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നൊരു ബട്ടണാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ആ ഒരു കീ ഫ്രെയിമിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് എന്താക്കാം ഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം കൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങി കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്കട്ടിൻ്റെ എന്താ പറയുക പ്രോ APK കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കീ ഫ്രെയിം കാര്യങ്ങളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ സൂം ഇൻ ചെയ്യാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കാര്യങ്ങളെ കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സൂം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-4 കീ ഫ്രെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചുള്ള സൂം കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് വീഡിയോ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് കീ ഫ്രെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിക്ക് ഫുള്ളായിട്ട് ക്യാപ്കട്ടിന് മൊത്തമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അടുത്തായിട്ടുള്ള ടൂള് കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് ഓഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടൂൾ ബോക്സിൻ്റെ അടിയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ കുറേ ടൂൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ടൂൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.
അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യുന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് നമ്മൾ ടൂൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഓവർലേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നൊരു ടൂൾ കാര്യങ്ങളൊക്കെ അടിയിൽ ടൂൾ ബോക്സിലുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾ ബോക്സിൽ നിന്ന് നമ്മൾ എന്താക്കിയിട്ട് ആ ഓവർലേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർലേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവർലേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോൻ്റെ മെയിൻ ക്ലിപ്പിൻ്റെ മേലെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കീ ഫ്രെയിം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കീ ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെറുതും അതിനുശേഷം ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കീ ഫ്രെയിമിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താക്കും, നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിനുശേഷം നമുക്ക് അടിയിൽ കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് മൊത്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും തിരിയുന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ നെറ്റിന് കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ കാര്യങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പാർട്ട് 2-ൽ നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ആ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ